പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 109ആയി. പരവൂർ സ്വദേശി പ്രസന്നൻ, പള്ളിപ്പുറം സ്വദേശി വിനോദ്, വവ്വാക്കാവ് സ്വദേശി വിശ്വനാഥൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡൽഹിയിൽ നിന്നെത്തിയ വിദഗ്ധ മെഡിക്കൽ സംഘം യോഗം ചേർന്നു. ചികിത്സയിലുള്ളവരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണോ എന്ന കാര്യം യോഗത്തിൽ ചർച്ചയായി. പരിക്കേറ്റ 6 പേരെ കൂടി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങൾ നൽകാനായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശ്യാം ആർ ബാബു ചേരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ എങ്ങനെയാണ് രോഗികൾക്ക് വേണ്ട ചികിത്സ, അപകടത്തിൽ എത്തിയവർക്ക് വേണ്ട ചികിത്സ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? അതുപോലെ മരിച്ചവരുടെ പുതിയ കണക്കുകൾ വരുന്നുണ്ട്. ഏത് രീതിയിലാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? നിസ, കൊല്ലം ജില്ലയിൽ ഇന്ന് 1 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 2 എണ്ണം റിപ്പോർട്ട് ചെയ്ത്, അതായത് മൊത്തത്തിൽ 3 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വവ്വാക്കാവ് സ്വദേശിയായ ഒരാളുടെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ 24 മൃതശരീരങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. 24 പേരുടെ മൃതശരീരങ്ങൾ തിരിച്ചറിയാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിവിധ ആശുപത്രികളിലാണ് ഇത്തരത്തിൽ ഈ മൃതശരീരങ്ങൾ തിരിച്ചറിയാനാകാത്ത 24 മൃതശരീരങ്ങൾ കൊല്ലത്തെ വിവിധ ആശുപത്രികളിലായി സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ പരിശോധന നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ മാൻ മിസ്സിംഗ് കേസുമായി വരുന്ന ബന്ധുക്കളെ ആശുപത്രികളിലേക്ക് പോലീസ് എത്തിക്കുന്നുണ്ട്. അവിടെ കൊണ്ട് പരിശോധന നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും 24 എണ്ണത്തിൽ ഒരെണ്ണം പോലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരാളെ പോലും തിരിച്ചറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനാകുന്നത്. മരണം 109 ആയിരിക്കുന്നു. മരണനിരക്ക് ഇനിയും ഉയരാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാകില്ല. അത്രത്തോളം ഗുരുതരമായ പല രോഗികളും പല ആശുപത്രികളിലും കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും കൊല്ലത്ത് ഇന്ന് മെഡിട്രീന ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ഒരു രോഗിയാണ് ഇന്ന് വവ്വാക്കാവ് സ്വദേശിയായ വിശ്വനാഥനാണ്. 40 വയസ്സുള്ള വിശ്വനാഥനാണ് ഇന്ന് അല്പസമയം മുൻപ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, ജലാശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം ഉടൻ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം നിരവധി പേർ പരാതികളുമായി എത്തുന്നുണ്ട് ഈ ആശുപത്രി പരിസരത്തേക്ക്. നിരവധി പേർ, അതായത് ഇത്തരത്തിൽ ബോഡി തിരിച്ചറിയുന്നതിന്, മൃതശരീരം തിരിച്ചറിയുന്നതിന് വേണ്ടി നിരവധി ബന്ധുക്കൾ ഈ ഒരു ആശുപത്രിയുടെ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഇന്ന് പ്രധാനമായും വന്നിരിക്കുന്ന വാർത്തകൾ, കാണാതായവരെ തിരഞ്ഞ്, ബന്ധുക്കളെ തിരഞ്ഞ് ഇതുപോലെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ, ഇവർക്ക് വേണ്ട കൃത്യമായ വിവരങ്ങൾ നൽകാനും ഒക്കെ ഏത് രീതിയിലുള്ള ഒരു സഹായമാണ് സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ അവിടെ നടക്കുന്നത്? നിസ, ഇക്കാര്യത്തിൽ വ്യക്തമായി പറയേണ്ട ഒന്ന്, ഈ പോലീസ് ഇവിടേക്ക് എത്തിക്കുന്ന, അതായത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നവരെ ഇത്തരത്തിൽ കൊല്ലത്ത് ഈ ജൽ ആശുപത്രിയിലേക്ക് വിടുന്നുണ്ട്. തുടർന്ന് ജൽ ആശുപത്രിയിൽ തന്നെ ഇത്തരത്തിൽ 24 നഷ്ടപ്പെട്ട 24 പേരുടെ മൃതശരീരങ്ങളുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ തന്നെ, ഈ ആശുപത്രിയിലെ പോലീസ് ഇവിടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയുമായി നോക്കിയ ശേഷമാണ് പലരും, അതായത് നോക്കിയ ശേഷമാണ് ഓരോ ഭാഗങ്ങളിലേക്ക് വിടുന്നത്. അതായത് ഇവിടെ കരുനാഗപ്പള്ളി, അതുപോലെ പുനലൂർ, ഇത്തരമുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നുള്ള മൃതശരീരങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് കരുനാഗപ്പള്ളിയും പുനലൂരും തമ്മിൽ ഏതാണ്ട് 50 കിലോമീറ്റർ അധികം വ്യത്യാസമുണ്ട്. 2 മേഖലകൾ, അതായത് കൊല്ലം നഗരത്തിന്റെ 2 മേഖലകളിലായി കിടക്കുന്ന 2 സ്ഥലങ്ങളാണ് കരുനാഗപ്പള്ളിയും പുനലൂരും. അതുകൊണ്ട് ഇത്തരത്തിൽ മാൻ മിസ്സിംഗ് കേസുമായി വരുന്നവരെ ഇവിടെയുള്ള ഫോട്ടോയിൽ ഒത്തുനോക്കിയ ശേഷം അവർക്ക് സംശയമുണ്ടെങ്കിൽ അവരെ കരുനാഗപ്പള്ളിയിൽ അല്ലെങ്കിൽ പുനലൂർ ഇത്തരം ഭാഗങ്ങളിലേക്ക് വിടുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിസ.